പെരുമ്പാവൂർ ആൽപ്പാറ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തോടനുബന്ധിച്ച് നടന്ന കാഴ്ച ശ്രീബലിയിൽ പങ്കെടുക്കുവാൻ എത്തിയത് നിരവധി ഭക്തജനങ്ങൾ. ആൽപ്പാറ ക്ഷേത്രത്തിലെ തിരുവുത്സവം മാർച്ച് 8-നാണ് ആരംഭിച്ചത്. മാർച്ച് 17 വരെ വിപുലമായ പരിപാടികളോടെയാണ് ഉത്സവ ആഘോഷത്തിന് സമാപനമായത്. വൈകിട്ട് നടന്ന കാഴ്ച ശ്രീബലിയിൽ നിരവധി ഭക്തജനങ്ങളാണ് പങ്കെടുത്തത്. ഇരിങ്ങോൾ വിശ്വനാഥനും പാർട്ടിയും അവതരിപ്പിച്ച പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെയായിരുന്നു കാഴ്ച ശ്രീബലി. ശേഷം പഞ്ചവാദ്യ സമേതം വിശേഷാൽ ദീപാരാധനയും നടന്നു. തുടർന്ന് നടന്ന കലാപരിപാടികളും ശ്രദ്ധേയമായി. 10 ദിവസം നീണ്ടുനിന്ന തിരുവുത്സവം ഇത്തവണയും നല്ല രീതിയിൽ സംഘടിപ്പിക്കുവാൻ സാധിച്ചുവെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. ആൽപ്പാറ ക്ഷേത്രത്തിലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ആൽപ്പാറ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ തിരുവുത്സവത്തിൻ്റെ 9ാം ദിവസമാണ് ഇന്ന്. എല്ലാ വർഷവും വളരെ ഭംഗിയായി നടത്തിക്കൊടുന്ന ഉത്സവം ഈ വർഷവും അതുപോലെ തന്നെ മനോഹരമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 9ാം ദിവസത്തിൻ്റെ ഇന്ന് വലിയ ഉത്സവത്തിന് കാഴ്ച ശ്രീബലി എഴുന്നള്ളിപ്പ് സാധാരണ പട്ടാല പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച് ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്ന വിധത്തിലാണ് ക്രമീകരണം ചെയ്തിരിക്കുന്നത്. വിപുലമായ പരിപാടികളോടുകൂടി നടന്നുകൊണ്ടിരിക്കുന്ന ഈ തിരുവുത്സവം എല്ലാ രീതിയിലും വളരെ പ്രാധാന്യപ്പെട്ട ഒരു തിരുവുത്സവമായിട്ടാണ് ഈ പരിസരവാസികൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭക്തജനങ്ങളുടെ വളരെ നിർലോഭമായ സഹായ സഹകരണങ്ങളും എല്ലാം ഈ നമ്മുടെ ഉപദേശ സമിതിയുടെ പേരിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇവിടെ നിന്ന് ഈ ഘോഷയാത്ര ആരംഭിച്ച് AM റോഡിൽ കൂടി നടന്ന് ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേർന്ന് അവിടെ ദീപാരാധനയോടുകൂടി പര്യവസാനിക്കുന്നതാണ് ഇന്നത്തെ ഈ കാഴ്ച ശിവലിയുടെ ഏറ്റവും പ്രാധാന്യം. അത് കഴിഞ്ഞ് പിന്നെ രാത്രി വിളക്കും തുടർന്ന് സ്റ്റേജ് പരിപാടികളെല്ലാം ഉണ്ട്. നാളെയാണ് നമ്മുടെ തിരുവുത്സവത്തിൻ്റെ ആറാട്ട് നടക്കുന്നത്. 10ാം ദിവസം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പെരുമ്പാവൂർ സബ് ഗ്രൂപ്പിൽപ്പെട്ട ഈ ആൽപ്പാറ ക്ഷേത്രം ഒരു 400 വർഷത്തെ പഴക്കം ഉള്ള ഒരു ക്ഷേത്രമാണ്. ഒരു കാലഘട്ടത്തിൽ ഇത്രയും മനോഹരമായ ഉത്സവവും മറ്റു കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു തുടർന്നും അതുപോലെ തന്നെ കൊണ്ടുപോകുന്ന ഒരു രീതിയാണ്. ഭക്തജനങ്ങളുടെ വളരെയധികം സഹായം നമുക്ക് ഈ കാര്യത്തിൽ ലഭിക്കുന്നുണ്ട്. അഹസ്, അന്നദാനം, ഉത്സവബലി, പ്രസാദകൂട്ട്, പൂമൂടൽ, സർപ്പപൂജ, എണ്ണ, ഉടയാട, നവകാഭിഷേകം എന്നിവയാണ് ഉത്സവ ദിവസങ്ങളിലെ പ്രധാന വഴിപാടുകൾ. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.